ജോലി ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാവും. എന്താണ് അങ്ങനെ? കാരണം ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് ജോലി ഉണ്ടായിട്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അയാളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ജോലി ഇപ്പൊ ഞാൻ ജോലി ചെയ്യണം എന്ന് ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്നാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു ജോലി ഇല്ലെങ്കിൽ കുടുംബം നന്നായിട്ട് പോകില്ലല്ലോ ഒരു ബോയ്ക്ക്. ജോലി ഇപ്പം പൈസക്ക് പൈസ തന്നെ വേണം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് ജോലി ഉണ്ട്, എനിക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ ഞാൻ അയാളെ അങ്ങനെ ജോലിക്ക് പോകണം എന്ന് പ്രഷർ ചെയ്യില്ല, വീട്ടിലിരുത്താൻ ചെയ്യും. മടി പിടിച്ചു പോകില്ല വീട്ടിൽ. ഇപ്പം ആർക്കും ജോലി ഇല്ലല്ലോ, ആർക്കും ജോലി കൊടുക്കുന്നില്ലല്ലോ. ഇവിടെ ജോലി ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റൂ. എന്താണ് ചെക്കന്മാരെ ഇവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ അവരൊന്നെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ജോലിക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നിർത്തിയിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ ജോലിക്ക് പോട്ടെ. ഇപ്പൊ അച്ഛനും അമ്മയും 25 വയസ്സായ ഒരു മകന് പൈസ കൊടുക്കുന്നെന്ന് കരുതിയിട്ട് അതൊരിക്കലും നാണക്കേടായി മാറുന്നില്ല. അതൊരു സിസ്റ്റം അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് അവർക്ക് ഗതികേട് കൊണ്ട് അവർ ജോലിക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ജോലി ഇപ്പം തമിഴ്നാട്ടിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, തമിഴ്നാട്ടില് ജോലി അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഈ കൂലിപ്പണി ഇവിടെ ചെയ്യുന്ന അതേ കോഴ്സ് അവർ കൊടുത്ത് അവർ ജോലി ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കൊടുക്കാൻ തയ്യാറല്ല, കാരണം അവർക്ക് നാണക്കേടാണ് ആ ജോലിക്ക് പോകുന്നെന്ന് പറയാം. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.